ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹ്യ മാലിന്യങ്ങളെ സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് ബിഗ് ബോസ് തരം താഴാൻ പാടില്ല. കുറച്ചുകൂടിയൊക്കെ ഒരു മാനസിക നിലവാരമുള്ള ആളുകളെ, എന്നാൽ ഇതിനകത്ത് ഒരുപാട് നല്ല ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് നല്ല സെലിബ്രിറ്റീസ്, നല്ല മെസ്സേജുകൾ തരാൻ സാധിക്കുന്ന ഒരുപാട് ആളുകൾ ഈ ബിഗ് ബോസിലൂടെ രംഗത്ത് വന്നിട്ടുണ്ട്. എൻ്റെ ജിപേ UK-ൽ എൻ്റെ ജിപേ വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ US-ലാണ്, പക്ഷേ എൻ്റെ ജിപേ വർക്ക് ചെയ്യുന്നില്ല. എനിക്ക് പെട്ടെന്ന് കുറച്ച് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. 10,000, 25,000, 50,000 ഇങ്ങനെ ഈ നമ്മളുടെ നാട്ടിൽ എന്താ പറയുക, ഈ ഇവരെയൊക്കെ വലിയ എന്തോ ഒരു ഹീറോ ആയിട്ട് കണ്ടുകൊണ്ട് നടക്കുന്ന പെൺകുട്ടികളെയൊക്കെ കൃത്യമായിട്ട് ചൂഷണം ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡ്രസ്സിങ് ഒക്കെ നല്ലതാണ്. ഇപ്പം എല്ലാവരും ഒരാളുടെ കംഫർട്ട് എന്ന് പറയുന്നത് അയാളുടെ ഡ്രസ്സാണ്. അതുകൊണ്ട് അതിനൊന്നും നമ്മൾ ഇതായിട്ട് പറയുന്നില്ല. പക്ഷേ നമ്മളുടെ ഒരു ബിഹേവിയർ യൂറോപ്യൻ കൾച്ചറിനെ കൂടുതലായിട്ട് അനുകരിക്കാൻ വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശ്രമമുണ്ട്. ആ ശ്രമമാണ് പലപ്പോഴും നമ്മളുടെ ഡ്രസ് സെൻസിനെ തന്നെ മാറ്റിക്കളയുന്നത് എന്നെനിക്ക് തോന്നുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസിൽ നിന്ന് കുറച്ചധികം നല്ല ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ ഏറെ മലവാണങ്ങളാണ് ഇറങ്ങിയിട്ടുള്ളത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ. നമസ്കാരം. സോഷ്യൽ മീഡിയ താരം ഷിയാസ് കരീം ഒരു പുതിയ കേസിൽ പെട്ടിരിക്കുകയാണ്. പുതിയത് എന്ന് പറയാൻ കാരണം ഇത് ആദ്യത്തെയല്ല. ഇപ്രാവശ്യം വന്നത് കുറച്ച് ഗൗരവമായി. 65 ലക്ഷത്തിന്റെ ഒരു പെൺകുട്ടിയെ പറ്റിച്ചു എന്നുള്ള കേസ്. അതിനൊപ്പം തന്നെ 65 ലക്ഷത്തിന്റെ കേസാണ്, തട്ടിപ്പ് കേസ്. ഒപ്പം തന്നെ ലൈംഗിക ചൂഷണ പരാതി, നഗ്ന ദൃശ്യങ്ങൾ പോൺ സൈറ്റിൽ ഇടുന്നവരുള്ള ഭീഷണി, അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് ഉണ്ട്. നേരത്തെയും വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നമുക്കറിയാം ഇവരൊക്കെ ഏത് പ്ലാറ്റ്ഫോം വഴിയാണ് ഫെയിമിലേക്ക് വരുന്നതെന്ന്. ബിഗ് ബോസ് എല്ലാ സീസണിലും ഇങ്ങനെ കുറച്ച് പേര് വരും. ഇതിനപ്പുറത്തേക്ക് മറ്റൊരു ഐഡന്റിറ്റി ഇവർക്ക് ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും ഇവർക്കെല്ലാം കിട്ടുന്ന ഒരു സോഷ്യൽ ആക്സെപ്റ്റൻസ്, അതിൻ്റെ അപകടവശം ചർച്ച ചെയ്യേണ്ടതല്ലേ ശരിക്കും? തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഏഷ്യാൻ്റെ കൊണ്ടുവന്ന പ്രോഗ്രാമാണ്. അവർ നല്ല സതുദ്ദേശത്തോടു കൂടി തന്നെ കൊണ്ടുവന്നൊരു പ്രോഗ്രാമാണ്. സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രീതിയിൽ ജീവിക്കുന്ന ആളുകളുടെ, വിവിധ സംസ്കാരങ്ങളിൽ ജീവിക്കുന്ന ആളുകളെ കേരളത്തിന് പരിചയപ്പെടുത്തുക, അവരുടെ ജീവിത രീതികളും കാര്യങ്ങളും ഒക്കെ ഒരു പഠന വിഷയമാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ജീവിത കഥകൾ ഒരു ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല സതുദ്ദേശത്തോടു കൂടി തന്നെ ചെയ്തൊരു കാര്യമാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ നമ്മളുടെ മലയാളികളുടെ ഒരു പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ഒന്നിൻ്റെ പോസിറ്റീവ് സൈഡ് ആയിരിക്കില്ല ആദ്യം ഫോളോ ചെയ്യുക, എല്ലാത്തിൻ്റെയും നെഗറ്റീവ് സൈഡായിരിക്കും. ഇപ്പോൾ ആദ്യ സീസണിലെ ഇതിൻ്റെ വിജയ് എന്ന് പറയുന്നത് സാബുമോനാണ്. ഈ സാബുമോനൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ബിഗ് ബോസിൽ വെച്ചിട്ടാണ് ഈ ഷിയാസ് കരീമൊക്കെ താരമായിട്ട് വരുന്നത്. അന്ന് ഈ ഷിയാസ് കരീം എനിക്ക് തോന്നുന്നു ആ ബിഗ് ബോസിലെത്തിയതൊരു മോഡലാണ് എന്നും പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഈ സാബുമോൻ തന്നെ അന്നത്തെ ബിഗ് ബോസിൻ്റെ അകത്ത് ചോദിക്കുന്നുണ്ട്, നീ എവിടുത്തെ മോഡൽ, നീ എവിടെ എന്താ ചെയ്തേക്കുന്നത് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഏതോ ഒരു കമ്പനിയുടെ മോഡലായിട്ട്, ടെക്സ്റ്റൈൽസിൻ്റെ മോഡലായിട്ട്, പെരുമ്പാവൂരാണ് ഇയാളുടെ വീട്, അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണ് നിറച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഷിയാസ് കരീം ഉണ്ടായിരുന്നു. ഈ ഷിയാസ് കരീമിൽ നിന്നൊക്കെ ഇവരുടെയൊക്കെ വിചാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബിഗ് ബോസിൽ പോകുന്നതോടുകൂടി ഇവർ എന്തോ വിശ്വസുന്ദരി പട്ടം കിട്ടി, അതല്ലെങ്കിൽ എന്തോ വലിയൊരു നേട്ടം കൈവരിച്ചു, ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് സ്പോർട്സിലും ആർട്സിലുമൊക്കെ ഒരുപാട് കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരുടെ മാതിരിയുള്ള, അല്ലെങ്കിൽ ശാസ്ത്രലോകത്ത് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ആളുകളുടെ മാതിരിയൊക്കെ വലിയ എന്തൊക്കെയോ നേട്ടങ്ങൾ കൈവരിച്ച ആളുകളാണ് എന്ന് സ്വയം അങ്ങോട്ട് കരുതുകയാണ്. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ അത് ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ ബിഗ് ബോസിൽ പോയി, ബിഗ് ബോസ് ഒരു ഷോയാണ്, ആ ഷോയിൽ പോയതിന് ശേഷം ഇവരെ കേരളത്തിലുള്ള എല്ലാ ആളുകൾക്കും അറിയാൻ വേണ്ടിയിട്ട് തുടങ്ങി, ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കിട്ടി എന്നതിനപ്പുറത്തേക്ക് ഇവർ ഇപ്പോൾ സ്വന്തമായിട്ട് ചെയ്തിരിക്കുന്ന എന്താണുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് ഇവർ തന്നെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഒരു ബിഗ് ബോസ് ഷോയുടെ ഒരു പാർട്ടിസിപ്പൻറ്റ് എന്നതിനപ്പുറത്തേക്ക് ഇവർ ഈ പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഇപ്പോൾ സാബുമോൻ എന്നൊക്കെ പറഞ്ഞാൽ സാബുമോൻ്റെതായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ സിനിമയിലായിക്കൊള്ളട്ടെ, നേരത്തെ തരികിട സാബു എന്നാണ് വിളിച്ചുകൊണ്ടത്. തരികിട എന്ന് പറയുന്നൊരു പ്രോഗ്രാം സൂര്യ TV-യിലൊക്കെ കൊണ്ടുവന്നത് സാബുവാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പരിപാടി അവതരിപ്പിച്ചുകൊണ്ട് അത്യാവശ്യം ഒരു വ്യക്തിത്വം തെളിയിച്ചിട്ടുള്ള ആളുകളാണ്. അതേസമയം ഷിയാസ് കരീമിനെ പോലുള്ള ആളുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സാധാരണ സാഹചര്യങ്ങളിൽ നിന്ന് വന്നു, അതിനുശേഷം ഈ ബിഗ് ബോസ് എന്ന ആ ഒരു ഷോയുടെ ഫെയിമിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ പബ്ലിക്കിൽ, ഇപ്പോൾ അതോടുകൂടിയാണ് സോഷ്യൽ മീഡിയ ഒക്കെ വളരെ ആക്റ്റീവായി തുടങ്ങിയതോടുകൂടി ഇവർക്ക് കുറച്ചുകൂടി ഒരു വിസിബിലിറ്റി കിട്ടി. ഈ വിസിബിലിറ്റി അവർ പോസിറ്റീവായിട്ടുള്ള ആംഗിളിൽ നിന്നുകൊണ്ട് കൈകാര്യം ചെയ്യുന്നതിന് പകരമായിട്ട് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലേക്ക്, ഇപ്പോൾ ഈ ഷിയാസ് കരീമിനെതിരെ തന്നെ നേരത്തെ ഒരു പോക്സോ കേസ് ഉണ്ട്. അതുകൂടാതെ തന്നെ ഈ ബിഗ് ബോസിലുള്ള മറ്റൊരു കഥാപാത്രമാണ് ബ്ലെസ്ലി. ഈ ബ്ലെസ്ലി എന്ന് പറയുന്നയാളെ
എന്തോ ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് നമ്മൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് മണിക്കുട്ടനൊക്കെ വെച്ചാൽ സിനിമ ആർട്ടിസ്റ്റുകളാണ് അവരൊക്കെ. ദിൽഷ പ്രസന്നൻ, അഖിൽ മാരാര് മറ്റൊരു ദുരന്തമായി മാറി എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ. പിന്നെ ഉള്ളത് ജിൻഡോയുടെയൊക്കെ അവസ്ഥയെക്കുറിച്ച് എന്താണ് പറയുക? എന്താണ് പറയാനായിട്ടൊന്നും ഇല്ല. ഒരു ബോഡി ബിൽഡറൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ പിന്നീടുള്ള ജിൻഡോ വിന്നർ ആയതിനു ശേഷമുള്ള സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാട്ടിക്കൂട്ടുന്ന പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മോശമാണ് എന്ന് ഇവർക്ക് തന്നെ മനസ്സിലാവുന്നില്ല. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ ഒരു ബിഗ് ബോസ്, അനുമോള വിജയമായിട്ടുള്ള ബിഗ് ബോസ്, എൻ്റെ ദൈവം അതിനകത്തൊരു എന്താ പറയുക, ഒരു റേഡിയോ ജോക്കി എന്നും പറഞ്ഞുകൊണ്ട് ഒരു പെണ്ണുമ്പിള്ളയുണ്ട്, വേറെ ഒരുത്തനുണ്ട്. ഇവരെല്ലാവരും കൂടെ കിടന്ന് ഈ സോഷ്യൽ മീഡിയ കിടന്ന് കാട്ടിക്കൂട്ടുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവരെന്തോ ഹിമാലയം കൊടുമുടി അല്ലെങ്കിൽ എവറസ്റ്റ് കീഴടക്കിയതിന് ശേഷം വന്ന മാതിരിയുള്ള രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഇവർ നടക്കുന്നത്. അല്ല, തങ്ങള് സെലിബ്രിറ്റികളായി ലോകം മുഴുവൻ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇനി നമുക്ക് എന്തും പറയാം എന്നുള്ളൊരു ഫീലാണല്ലോ അവർക്ക്. അതായത് പണ്ട് നമ്മളൊക്കെ ഈ കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ ക്ലാസ് ഉണ്ടാവും. ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സിൽ നമ്മൾ പോയിരിക്കുന്ന സമയത്ത് അവർ പ്രത്യേകിച്ച് നമ്മളോട് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ നിങ്ങളെ ശ്രദ്ധിക്കാനായിട്ട് ആരുമില്ല. പക്ഷേ നിങ്ങൾ വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് നിങ്ങളെ ആരോ ശ്രദ്ധിക്കുന്നു എന്നൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ മൂവ്മെൻറ്റ്സും ഒരു പ്രത്യേക ആംഗിളിലേക്ക് പോകും. അതുകൊണ്ട് നിങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോയാൽ പ്രശ്നമില്ല. ഈ ബിഗ് ബോസ് താരങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ ഒരു ധാരണ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ ചെല്ലുന്നിടത്തെല്ലാം ഇവർക്ക് വലിയ സ്വീകാര്യതയാണ് എന്നാണ് ഇവരുടെ ധാരണ. ഫാൻ ഗ്രൂപ്പുകളാണെന്നാണ് ധാരണ. ആർമി എന്ന വേറെ അല്ലറൽ വീരൻ എന്താ റോബിൻ, ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹ്യ മാലിന്യങ്ങളെ സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് ബിഗ് ബോസ് തരം താഴാൻ പാടില്ല. കുറച്ചുകൂടിയൊക്കെ ഒരു മാനസിക നിലവാരമുള്ള ആളുകളെ, എന്നാൽ ഇതിനകത്ത് ഒരുപാട് നല്ല ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് നല്ല സെലിബ്രിറ്റീസ്, നല്ല മെസ്സേജുകൾ തരാൻ സാധിക്കുന്ന ഒരുപാട് ആളുകൾ ഈ ബിഗ് ബോസിലൂടെ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള കുറേ ആളുകൾ ഈ ബിഗ് ബോസ് ഷോയുടെ ഒരു ശോഭ കെടുത്തി കളയും എന്ന് മാത്രമല്ല വലിയ സാമൂഹിക വിപത്തായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഷിയാസ് കരീമിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഈ ഷിയാസ് കരീം ഇന്നലെ വന്നിട്ട് വളരെ വലിയ വിശുദ്ധൻ്റെ രീതിയിലൊക്കെയാണ് സംസാരിച്ചതൊക്കെ. കാരണം ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഇത് തെളിയിക്കും, ഞാൻ ശക്തമായിട്ട് തെളിയിക്കും. കാരണം ഇവൻ്റെയൊക്കെ വിചാരം എന്ന് വെച്ചാൽ ഒരു 8 അടി പൊക്കവും മസിലും ഉണ്ടെങ്കിൽ ഈ ലോകത്തെ നിയമങ്ങളോ അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളോ ഒന്നും ഇവനൊരു പ്രശ്നമല്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ്. ആ തെറ്റിദ്ധാരണ എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം മാറും. കാരണം പോക്സോ കേസിൽ ജാമ്യം കിട്ടിയിട്ടാണ്, അകത്ത് പോയില്ലെന്ന് എനിക്ക് തോന്നുന്നു, ജാമ്യം കിട്ടി ഇതിലാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ കേസും കൂടെ ആവുന്നതോടുകൂടി ഏകദേശം ധാരണയായിക്കണം. ഇത് കൂടാതെ തന്നെ വേറെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ നാട്ടിലെ ഈ വീട്ടിലിരിക്കുന്ന സ്ത്രീകളൊക്കെ സംബന്ധിച്ചിട്ട്, അത് കൂടാതെ തന്നെ ഈ പെൺകുട്ടികളെ സംബന്ധിച്ചിട്ട് ഇങ്ങനെയുള്ള ആളുകളോടൊക്കെ ഒരു ആരാധനയുണ്ട്. പക്ഷേ അവർ ഇങ്ങനെയൊക്കെ ആദ്യം ഇവരൊക്കെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ എന്ത് ചെയ്തിട്ടാണ് ഇപ്പം ഞാൻ തരികട സാബുമോനോടൊക്കെ ആളുകൾക്കൊരു ഇതുണ്ടെങ്കിൽ നമുക്ക് സമ്മതിക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതി മാത്രമല്ല, സ്വന്തമായിട്ടൊരു പ്രോഗ്രാം പ്രൊഡ്യൂസ് ചെയ്ത ആളാണ്. മണിക്കുട്ടനെ സംബന്ധിച്ചിട്ട് കായംകുളം കൊച്ചുണ്ണിയിലൂടെയൊക്കെ വന്ന മണിക്കുട്ടനൊക്കെ ഒരു എന്താ പറയുക, ഒരു ക്രെഡിബിലിറ്റി ഉള്ള ആളാണ്. അങ്ങനെ പല ആളുകളും ഉണ്ട്. ഇല്ലെന്ന് പറയുന്നത് ഇപ്പം ഇതിനകത്ത് പറയുന്ന ദിൽഷ ദിൽഷ അങ്ങനെയൊക്കെ പറയുന്നത് തിരുവനന്തപുരത്തുള്ള ഒരു കുട്ടിയൊക്കെ ഉണ്ട്. അവരൊക്കെ അത്യാവശ്യം നല്ല ആളുകളാണ്. അതോടൊപ്പം തന്നെ പേളിമാണിയുടെ ഹസ്ബൻഡും അവരൊക്കെ ഈ ബിഗ് ബോസ്, പേളിമാണി പക്ഷേ ബിഗ് ബോസിന് വരുന്നതിന് മുമ്പ് തന്നെ ആങ്കറിങ്ങിലൂടെ മൂവിയിലൂടെയൊക്കെ പിന്നെ അവർ ഈ ഫെയിം നല്ല രീതിയിലാണ് അവർ ആ പ്ലാറ്റ്ഫോമിനെ ഉപയോഗിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ വെറുതെ ഒച്ചപ്പാട്, ബഹളം, എന്താണ് ചെയ്യുന്നതെന്ന് ഇവന്മാർക്ക് തന്നെ അറിയാൻ പാടില്ല. ഇതിപ്പോൾ നമ്മൾ 2-3 കോൾസ് വന്നതനുസരിച്ചിട്ട് അവർ നമുക്ക് തരുന്ന മെസ്സേജുകൾ എന്താണ് എന്ന് ചോദിച്ചു. നമ്മൾ ഈ വിഷയം എടുക്കാൻ തന്നെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് കോൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വിഷയം എടുക്കാൻ തന്നെ കാരണം. അപ്പോൾ അതിനകത്ത് വന്ന ഒരു പെൺകുട്ടിയുടെ കോളിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആളുടെ പേരൊന്നും നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. രാത്രി ആകുമ്പോഴത്തേക്ക് ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇമാർ ചാറ്റ് ചെയ്യും. അതിനുശേഷം ഫ്രണ്ട്ഷിപ്പ് ആകും. ഫ്രണ്ട്ഷിപ്പ് ആയതിനു ശേഷം പിന്നീട് മൊബൈൽ നമ്പർ മേടിക്കും. മൊബൈൽ നമ്പർ മേടിച്ചിട്ട് ഫോണിങ് മാത്രമേ ഉള്ളൂ. ഫോൺ ചെയ്തതിന് ശേഷം ഇവരുടെ മെയിൻ പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എവിടെയെങ്കിലും ഞാൻ അമേരിക്കയ്ക്ക് പോവുകയാണ്, ഞാൻ UK പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഫോൺ ചെയ്യും. അതിനുശേഷം ഇവർ UK എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ട് പറയും, എൻ്റെ GPay UK എൻ്റെ GPay വർക്ക് ചെയ്യുന്നില്ല,
അല്ലെങ്കിൽ US പക്ഷേ എൻ്റെ GPay വർക്ക് ചെയ്യുന്നില്ല, എനിക്ക് പെട്ടെന്ന് കുറച്ച് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. 10,000, 25,000, 50,000. ഇങ്ങനെ ഈ നമ്മളുടെ നാട്ടിൽ എന്താ പറയുക, ഇവരെയൊക്കെ വലിയ എന്തോ ഒരു ഹീറോ ആയിട്ട് കണ്ടുകൊണ്ട് നടക്കുന്ന പെൺകുട്ടികളെയൊക്കെ കൃത്യമായിട്ട് ചൂഷണം ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബിഗ് ബോസ് താരങ്ങളാണ് എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ചാറ്റ് ബോക്സിലൊക്കെ ആരെങ്കിലും വന്നിട്ട് നിങ്ങളെയൊക്കെ ഇങ്ങനെ കളിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതിനൊന്നും നിന്ന് കൊടുക്കരുത്. ഇന്ന് ഞാൻ പറയട്ടെ, കാരണം ഇന്ന് ഈ നമ്മുടെ ലോകം എന്ന് പറഞ്ഞാൽ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ലോകമാണ്. ഈ ട്രാൻസ്പെറൻ്റ് ആയ ലോകത്തും ഇതുപോലെ ഈ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന കുറേ തവളകളുണ്ട്. ഇവരെ സംബന്ധിച്ച് ഇവരുടെ ലോകം എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമാണ് അല്ലെങ്കിൽ ഫേസ്ബുക്കാണ്. അതിനപ്പുറത്തേക്കുള്ള ഒരു ലോകം ഇവരെ സംബന്ധിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ളവന്മാർ വന്നിട്ട്, ഞാൻ US ഹെലികോപ്റ്റർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫ്ലൈറ്റ് പറത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, ഒരാളുടെ വിദ്യാഭ്യാസത്തെയോ ഒരാളുടെ സൗന്ദര്യത്തെയോ ഇതിനൊന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സൗന്ദര്യ സങ്കല്പങ്ങളെ ഒന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഇതുപോലെയുള്ള കൂതറത്തരങ്ങൾ കാണിക്കുമ്പോൾ, അതുകൂടാണ്ട് ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം എന്തോ ഒരു കഴിഞ്ഞ സീസണിൽ പങ്കെടുത്ത ഒരു അവളെ റേഡിയോ ജോക്കിയാന്ന് എനിക്ക് തോന്നുന്നു. ഇവരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡ്രസ്സിങ് ഒക്കെ നല്ലതാണ്. ഇപ്പം എല്ലാവരും ഒരാളുടെ കംഫർട്ട് എന്ന് പറയുന്നത് അയാളുടെ ഡ്രസ്സാണ്. അതുകൊണ്ട് അതിനൊന്നും നമ്മൾ ഇതായിട്ട് പറയുന്നില്ല. പക്ഷേ നമ്മളുടെ ഒരു ബിഹേവിയർ യൂറോപ്യൻ കൾച്ചറിനെ കൂടുതലായിട്ട് അനുകരിക്കാൻ വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശ്രമമുണ്ട്. ആ ശ്രമമാണ് പലപ്പോഴും നമ്മളുടെ ഡ്രസ് സെൻസിനെ തന്നെ മാറ്റിക്കളയുന്നത് എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ഇവർ കഴിഞ്ഞ ദിവസം കിടന്ന് കാണിക്കുമ്പോൾ അവരുടെ ആ ഒരു ഇതിനടിയിൽ വരുന്ന കമൻസ്, വസ്ത്രം അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് വരെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ആ ഇൻസ്റ്റാഗ്രാമുകളിൽ എന്തൊക്കെ കണ്ടന്റുകൾ ഇടണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു സാമാന്യ ബോധം, സെൻസർ ചെയ്യപ്പെടുന്നില്ലല്ലോ, അല്ല സാമാന്യ ബോധം ഇവർക്ക് ഉണ്ടാവണം. അത് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാവണം. അതല്ലെങ്കിൽ ഇവർ സബ്സ്ക്രിപ്ഷൻ വെക്കട്ടെന്ന്, സബ്സ്ക്രിപ്ഷൻ വെച്ചിട്ട് ഇവർ ചെയ്തോട്ടെ. ഇവരെ കാണാൻ താല്പര്യമുള്ള ആളുകളുടെ മുമ്പിൽ ഇവർ പ്രദർശിപ്പിക്കട്ടെ, യാതൊരുവിധ പ്രശ്നവുമില്ല. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു മിനിമം ഇത് പാലിക്കണ്ടേ, മര്യാദ പാലിക്കണ്ടേ, ഒരു മിനിമം മര്യാദയെ പറയുന്നുള്ളൂ. പക്ഷെ അതുപോലും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസിൽ നിന്ന് കുറച്ചധികം നല്ല ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ ഏറെ മലവാണങ്ങളാണ് ഇറങ്ങിയിട്ടുള്ളത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ. ഏതൊക്കെയായാലും ഇനിയെങ്കിലും ഏഷ്യാനെറ്റിനെ പോലെയുള്ളൊരു മാധ്യമ സ്ഥാപനം അല്ലെങ്കിൽ ഏഷ്യാനെറ്റിനെ പോലുള്ളൊരു എൻ്റർടൈൻമെൻറ്റ് സ്ഥാപനമൊക്കെ ഈ ബിഗ് ബോസിലേക്ക് താരങ്ങളെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇവരുടെയൊക്കെ ഒരു മാനസിക നിലവാരം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അത് പരിശോധിക്കാത്ത പക്ഷം അത് സഹിക്കേണ്ടി വരുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് എന്നുള്ള കാര്യം ഓർക്കണം. ഈ വീഡിയോയുടെ അടിയിൽ വരാൻ പോകുന്ന ഒരു കമൻറ്റ് ഞാൻ പറഞ്ഞു തരാം. നിന്നെയൊക്കെ ഞങ്ങൾ സഹിക്കുന്നില്ലേ, അതുപോലെ തന്നെ ഞങ്ങൾ ഇവരെയും സഹിച്ചുകൊള്ളാം എന്നായിരിക്കാം. പക്ഷെ ഞങ്ങളെ സഹിക്കുന്ന പോലെ അല്ല ഈ പറഞ്ഞ ബിഗ് ബോസ് താരങ്ങളെ സഹിക്കുന്നത്. അത് മറ്റ് പല രീതിയിലും നമ്മുടെ തലമുറയ്ക്ക് തന്നെ പ്രശ്നമായിട്ട് മാറുന്ന കാര്യങ്ങളാണ് എന്നുള്ള ബോധ്യം ഉണ്ടാവുന്നത് നല്ലതാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഷിയാസ് കരീമിനെ പോലെയുള്ള കള്ളന്മാരെയും ഈ പോക്സ് പ്രതികളെയും ഈ സ്ത്രീ പീഡകരെയും ഒക്കെ ഇനിയെങ്കിലും പൊതുസമൂഹം മനസ്സിലാക്കാതിരുന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ എന്ന് നമുക്ക് തന്നെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് നമുക്കിവിടെ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ.